ചമ്മൂസ് വേൾഡിൻ്റെ പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുന്തിരി വിളവെടുപ്പിന് ശേഷമുള്ള പ്രൂണിംഗ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പേര് ചോദിച്ചിരുന്നു എന്തിനാണ് നമ്മളിത് പ്രൂൺ ചെയ്യുന്നത്, എപ്പോഴാണ് പ്രൂൺ ചെയ്യേണ്ടത് എന്നൊക്കെ. അപ്പോൾ പ്രൂണിങ്ങിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ട്യൂട്ടോറിയലാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. പുതിയ ഒരുപാട് ബ്രാഞ്ചുകൾ പൊട്ടിമുളയ്ക്കാനും ഈ പൊട്ടിമുളച്ച് വരുന്ന ബ്രാഞ്ചുകൾക്ക് നല്ല ആരോഗ്യം കിട്ടാനും വേണ്ടിയാണ് നമ്മളിത് പ്രൂൺ ചെയ്യുന്നത്. പിന്നീട് ഈ മുളച്ച് വരുന്ന പുതിയ ബ്രാഞ്ചുകളിലാണ് പുതിയ കുലകൾ പൂവിട്ട് വരുന്നത്. നമ്മൾ ഇതുപോലെ ഈ പ്രാവശ്യം പ്രൂൺ ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത തവണ ഇതിലും കൂടുതൽ കായ്ഫലം ലഭിക്കുകയുള്ളൂ. പിന്നെ എപ്പോഴാണ് നമ്മളിത് പ്രൂൺ ചെയ്യേണ്ടത്? എല്ലാ വർഷവും മഴയ്ക്ക് തൊട്ട് മുന്നേ ഉണ്ടായ കായ്കളൊക്കെ വിളവെടുത്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിൽ മുന്തിരി പ്രൂൺ ചെയ്യാറ്. അപ്പോൾ ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രൂൺ ചെയ്യേണ്ടതെന്ന് വ്യക്തമായി മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ മെയിൻ തണ്ടുകളാണ് ഇതൊക്കെ. ഇതിൽ നിന്ന് പുതിയതായി വന്ന ശാഖകളാണ് നമ്മളിന്ന് കട്ട് ചെയ്ത് കളയാൻ പോകുന്നത്. ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ വള്ളികളാണ്. ഈ വള്ളിയിൽ നിന്ന് പുതുതായി ഉണ്ടായ ഇതുപോലത്തെ വള്ളികളാണ് നമ്മളിന്ന് കട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്കിത് പ്രൂൺ ചെയ്യാനായിട്ട് നല്ലൊരു പ്രൂണർ വേണം. ഞാനിവിടെ ഒരു കട്ടറാണ് എടുത്തിട്ടുള്ളത്. ഞാൻ നല്ല ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്തതാണ്. അതിനുശേഷം ആരോഗ്യമുള്ള വള്ളിയിൽ നിന്ന് വന്ന ഇതുപോലുള്ള ചെറിയ ആരോഗ്യമില്ലാത്തതും ഡെഡായി കിടക്കുന്നതുമായ വള്ളികളാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടത്. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ രീതിയിൽ ചെരിച്ചാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. കാരണം മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് മഴവെള്ളം വിറ്റിക്കഴിഞ്ഞാൽ ഇത് ഊറ്റി കുടിച്ച് ചിലപ്പോൾ ഇതിൻ്റെ തണ്ട് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിൽ ചെരിച്ച് മഴവെള്ളം നിൽക്കാത്ത രീതിയിലാണ് നമ്മളിത് കട്ട് ചെയ്യേണ്ടത്. മഴക്കാലത്ത് കഴിയുന്നതും പ്രൂണിങ് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ കട്ട് ചെയ്ത തണ്ടിൻ്റെ ഉള്ളിലേക്ക് തുടർച്ചയായ മഴ കാരണം വെള്ളം ഇറങ്ങി ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മഴക്കാലത്ത് പ്രൂണിങ് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മെയിൻ തണ്ടിൽ നിന്ന് പോകുന്ന ആരോഗ്യമില്ലാത്തതും ചെറുതും ഡെഡായി കിടക്കുന്നതുമായ എല്ലാ ശാഖകളും നമുക്കിതിൽ നിന്ന് മുറിച്ച് മാറ്റിക്കളയാം. ഇതുപോലെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന മുന്തിരി വള്ളിയിൽ നിന്ന് നല്ല ആരോഗ്യമുള്ള തണ്ടുകൾ മുറിച്ച് മാറ്റുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടാവും. കാരണം ഇപ്പോൾ ഇതുപോലെ നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത തവണ ഇതിലും കൂടുതൽ കായ്കൾ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിത് പ്രൂൺ ചെയ്യുന്നത്. ഇതിൻ്റെ ചെറിയ ശാഖ തുടക്കത്തിൽ തന്നെ ഞാൻ കട്ട് ചെയ്യാണ്. ഇതിൻ്റെയൊക്കെ ഇലകൾ നമുക്ക് പൊളിച്ച് കളയണം. ഈ ഒരു തണ്ടിൽ നിന്ന് പോകുന്ന അതിനുശേഷം ഞാനിത് ഇവിടുന്ന് കട്ട് ചെയ്ത് കളയാണ്. ഈ ഒരു മെയിൻ തണ്ടിൽ നിന്ന് വന്ന ചെറിയ തണ്ടാണിത്. അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്ത് കളയാണ്. ഈ ഒരു മെയിൻ തണ്ടിൽ നിന്ന് പോകുന്ന ശാഖയാണിത്.
ഈ ഒരു ശാഖ. ഇത് നല്ല ആരോഗ്യമുള്ള തണ്ടാണ്. ഇത് ഞാനിവിടെ നിലനിർത്തിയിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് പോകുന്ന ചെറിയ ശാഖകളൊക്കെ ഇവിടുത്തെ ശാഖകൾ കട്ട് ചെയ്ത് ഈ ഒരു തണ്ട് ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്തു ഞാനിവിടെ വെച്ച് കട്ട് ചെയ്യാണ്. ആരോഗ്യമില്ലാത്തതുകൊണ്ട് ഞാനിതിവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാണ്. ഇത് ഇതുപോലെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന മുന്തിരി വള്ളിയിൽ നിന്ന് ചെറുതും ആരോഗ്യമില്ലാത്തതും ഡെഡായി കിടക്കുന്നതുമായ ശാഖകൾ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനിതിൻ്റെ ഇലകളൊക്കെ കൊഴിച്ച് കളയുകയാണ്. അതിനുശേഷം നമുക്കിതിൽ നിന്ന് പ്രൂൺ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഞാനിതിൻ്റെ ഇലകൾ മുഴുവൻ റിങ് പോലത്തെ വള്ളികളും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. നിങ്ങൾ നല്ല മഴക്കാലത്താണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിർബന്ധമായിട്ടും ഒരു ഷീറ്റ് ഇടൽ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ മഴ നനഞ്ഞ് ചിലപ്പോൾ ഇതിൻ്റെ തണ്ട് ഉണങ്ങിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇതിൻ്റെ മുകളിൽ ഒരു പച്ച ഷീറ്റോ അല്ലെങ്കിൽ പേപ്പർ ഗ്ലാസ് കവർ ഇട്ട് കൊടുക്കൽ നിർബന്ധമാണ്. കംപ്ലീറ്റ് ഇലകളും കൊഴിച്ച് കളഞ്ഞ് പ്രൂണിങ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ഇതിൻ്റെ ചുവട് നന്നായി കിളച്ചതിന് ശേഷം നമുക്കിതിൽ വളമിട്ട് കൊടുക്കണം. നമുക്കിതിൻ്റെ ചുവട്ടിലേക്ക് വളമിട്ട് കൊടുക്കാം. ഇതിൻ്റെ ചുവട് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ വേരുകൾ പൊട്ടുന്ന രീതിയിൽ കിളച്ചതിന് ശേഷം നമുക്ക് ഇതിൽ ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി ഇങ്ങനെ കണ്ട വളങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്കിത് ഇതിൻ്റെ തടം മൂടി കൊടുക്കണം. ഇതിലേക്ക് വളം ഇട്ടിട്ട് തടം മൂടി കൊടുക്കാം. വേപ്പിൻ പിണ്ണാക്കാണ്, കടലപ്പിണ്ണാക്ക്, ചാണകപ്പൊടി, എല്ലുപൊടി. മുന്തിരിവള്ളിയുടെ പഴക്കത്തിനനുസരിച്ച് നമ്മൾ ഓരോ വർഷവും ഇടുന്ന വളത്തിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കണം. വളമൊക്കെ ഇട്ട് ഇത് മൂടിയതിന് ശേഷം ഇതിൻ്റെ തടം ഉറച്ചു പോകാതെ എപ്പോഴും ജലാംശം നിലനിർത്താനായി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വളമിട്ട് ഇതിൻ്റെ തടം മൂടുന്നതോടുകൂടി നമ്മുടെ പ്രൂണിംഗ് പ്രോസസ്സ് പൂർത്തിയായി.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോയുമായി കാണാം.